Welcome all to this video. In this video, we are going to discuss about the next decision making control statement in the programming language C. അതായത് ഡിസിഷൻ മേക്കിങ്ങിലത്തെ ഇഫ് എൽസ് നെസ്റ്റഡ് ഇഫ് എൽസ് ലാഡർ പോലെയുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തു വരുന്ന സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആസ് യു ക്യാൻ സീ ഹിയർ ഇതിൽ ആസ് യൂഷ്വൽ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടീഷന് പകരം നമ്മൾ ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ എക്സ്പ്രഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ആവാം. സപ്പോസ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സിക്യൂട്ട് സം അതർ കേസസ്. ഇനി അതല്ല വേരിയബിളിൻ്റെ വാല്യൂ വേറൊന്നാണെങ്കിൽ മറ്റു സെറ്റ് ഓഫ് കോഡ്, വേറൊരു വാല്യൂ ആണ് വേരിയബിൾ ഉള്ളതെന്നുണ്ടെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് കോഡ്. അപ്പോൾ ഇഫൽസ് ലാഡേഴ്സോ അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹിയർ ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ടെസ്റ്റ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ. അതായത് സ്വിച്ച് എന്ന് പറയുന്നതാണ് കീവേഡ്. ഓക്കെ, ഇതിൽ കീവേഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട്. ഇത്രയാണ് സ്വിച്ച് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്ന കീവേഡിന് ശേഷം നമ്മൾ പാരാന്തസിസിനകത്ത് we can provide a variable or we can provide an integer expression. ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേരിയബിൾ കൊടുക്കാം. ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട്, അതായത് ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് പലതായിട്ട് വരാം. അതായത് ഇവിടെ ഈ സിൻടാക്സിൽ കാണാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടുകൾ പല കേസസ് ആയിട്ട് വരാം. ഇഫ് ഒന്നാമത്തെ കേസായിട്ട് പറയുന്നത്, അതായത് കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2, കേസ് വാല്യൂ 3, അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഓരോ കേസിലും ഈ എക്സ്പ്രഷൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടായിരിക്കും ചിലപ്പോൾ വരിക. അതായത് എക്സ്പ്രഷൻ്റെ വാല്യൂ, അതായത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സിക്യൂട്ട് ദ കോഡ് ഗിവൺ ഹിയർ. ഇനി അതല്ല ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സിക്യൂട്ട് ദിസ് അസോസിയേറ്റഡ് കോഡ്. ഇനി അതല്ല എക്സ്പ്രഷൻ്റെ വാല്യൂ വേറെ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് വാല്യൂ 3 ആണെങ്കിൽ വാല്യൂ 3 എന്ന് പറയുന്ന കേസാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ കേസിനോടൊപ്പവും ഓരോ വാല്യൂസ് കൊടുക്കും. ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ അതിൻ്റെ കറസ്പോണ്ടിങ്, ആ കേസിൻ്റെ കറസ്പോണ്ടിങ്ങിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ കേസിനോട്, അതായത് ഫസ്റ്റ് വാല്യൂ 1 കേസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ബ്ലോക്ക് 1 എന്ന് പറയുന്ന ബ്ലോക്കിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ് അല്ല നമ്മളിതിൽ ഫോളോ ചെയ്യുന്നത്. ഇവിടെ കേസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഏതൊക്കെയാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂസ് അത് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ ഈ കോളൻ നിർബന്ധമാണ്. ഓരോ കേസിൻ്റെയും വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ കോളൻ നിർബന്ധമാണ്. അതിനുശേഷം എന്താണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് അത് നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതായത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഈ കേസാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ പ്രോഗ്രാം ഫ്ലോ ഇവിടേക്ക് ജമ്പ് ചെയ്യും. അതിനുശേഷം ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഓർഡർ വാല്യൂ 1ൻ്റെ കേസിലോട്ട് പോകും. അപ്പോൾ ബ്ലോക്ക് 1ലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ബ്രേക്ക്. ഈ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് എന്ന് പറയുന്നതിൻ്റെ കേളി ബ്രേസസ് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് അതിന് പുറത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ജമ്പ് ചെയ്ത് മാറും. ഓക്കെ, അതായത് ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നതിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ദ കമ്പൈലർ വിൽ ജമ്പ് ഔട്ട് ഓഫ് ദിസ് സ്വിച്ച് ബ്ലോക്ക്. അപ്പോൾ അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സ്, അതായത് ഈ സ്വിച്ചിൻ്റെ ക്ലോസിംഗ് പാരാന്തസിസ് ബ്രേസസ് എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് വരിക. ഇനി എക്സ്പ്രഷൻ്റെ റിസൾട്ട് കേസ് 2 ആണെന്നുണ്ടെങ്കിലോ കേസ് 1 ഇത് നമ്മൾ ചെക്ക് ചെയ്യില്ല. കേസ് വാല്യൂ 2 എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൺട്രോൾ പോകും. അതായത് എക്സ്പ്രഷൻ്റെ റിസൾട്ട്, അതായത് ഇതിൻ്റെ റിസൾട്ടിനെ ഓരോ വാല്യൂമായിട്ടും മാച്ച് ചെയ്ത് നോക്കുകയാണ്.
അതായത് എക്സ്പ്രഷൻ റിസൾട്ട് ഈ കേസാണോ ഒരു മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല എക്സ്പ്രഷൻ റിസൾട്ട് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ഈ കേസ് മാച്ചിങ് ആയി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ നമ്മൾ ബ്രേക്ക് കൊടുത്തിരിക്കണം. ഇനി അഥവാ ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഞാൻ ഈ ബ്രേക്ക് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ കേസാണ് ട്രൂ ആയത്, അതായത് ഇത് മാച്ച് ചെയ്ത് വന്നു, എക്സ്പ്രഷൻ്റെ റിസൾട്ട് വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ബ്രേക്ക് ഇല്ലല്ലോ. ബ്രേക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനുശേഷം എവിടെയാണോ ബ്രേക്ക് നമ്മൾ കൊടുക്കുന്നത് ആ ബ്രേക്ക് കാണുന്നത് വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തു പോകും. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഒരു മാച്ചിങ് അവിടെ സംഭവിക്കില്ല. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എവിടെയാണോ ബ്രേക്ക് കാണുന്നത് അവിടെ വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് അവിടെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലർ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബ്ലോക്ക് 1 നിന്ന് ഈ സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അതാണ് ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്രഷൻ ഈക്വൽ ടു വാല്യൂ 1 ആണെങ്കിൽ വി ആർ എക്സിക്യൂട്ടിംഗ് ദ ബ്ലോക്ക് 1. ഇനി എക്സ്പ്രഷൻ ഈക്വൽ ടു വാല്യൂ 2 ആണെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ ഈക്വൽ ടു വാല്യൂ 3 ആണെങ്കിൽ അങ്ങനെ എത്ര കേസുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഏറ്റവും ലാസ്റ്റ് ഒരു കേസ് പറയുന്നുണ്ട്, അതായത് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കേസുകൾ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഒരു ബ്ലോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഒന്നും മാച്ച് ചെയ്ത് കേസസിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് വരിക. എഗെയിൻ നമുക്ക് അവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്രഷന് മാച്ചിങ് ആയിട്ടുള്ള കേസസ് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇഫ് നോ മാച്ച് then the default block will be executed. ഈ എല്ലാ ബ്ലോക്കുകളും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആവാത്തവർക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇതിൽ ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കുന്നത് ഓരോ കുട്ടിയുടെയും അതായത് ഗ്രേഡാണ്. ഗ്രേഡിൻ്റെ വാല്യൂ എ ആണെങ്കിൽ, അതായത് എ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സലൻറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഇനി അതല്ല ഗ്രേഡ് ബി ആണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, അതുപോലെ തന്നെ ഗ്രേഡ് സി ആണെന്നുണ്ടെങ്കിൽ വെൽ ഡൺ, ഡി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു മെസ്സേജ്. അങ്ങനെ ഓരോ ഗ്രേഡിൻ്റെയും വാല്യൂസ് നോക്കിയിട്ടാണ് ഓരോന്നും എനിക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, സ്വിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരു ഇൻറ്റീജർ എക്സ്പ്രഷൻ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഗ്രേഡിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പേരാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് എ, അതായത് ഗ്രേഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാനത് സിംഗിൾ കോട്ട്സിൽ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു കോളൻ നിർബന്ധമാണ്. എ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ഡബിൾ കോട്ട്സിൽ എക്സലന്റ്. ഓക്കെ, അതിനുശേഷം ബ്രേക്ക്. ഇനി രണ്ടാമത്തെ കേസായിട്ട് ഞാൻ കൊടുക്കുന്നത് ഗ്രേഡിൻ്റെ വാല്യൂ ബി എന്ന് പറയുന്നതാണെങ്കിൽ, അതായത് ബി എന്ന് പറയുന്ന ഗ്രേഡാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പ്രിന്റ് ചെയ്യിക്കേണ്ടത് പ്രിന്റ് എഫ് ഡബിൾ കോട്ട്സിൽ വെരി ഗുഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് എനിക്ക് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അതിനുശേഷം എഗെയിൻ നമ്മൾ ബ്രേക്ക് കൊടുക്കണം. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കേസ് സി, ഇതുപോലെ എത്ര കേസുകൾ വേണമെങ്കിലും എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേസ് സി, അതായത് ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിളിൽ സി എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് പ്രിന്റ് എഫ് ഡബിൾ കോട്ട്സിൽ വെൽ ഡൺ. അങ്ങനെ എത്ര കേസുകൾ വേണമെങ്കിലും എനിക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ബ്രേക്ക് കൊടുക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് എയുമല്ല ബിയുമല്ല സിയുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണ്, പ്രിന്റ് ഇൻവാലിഡ് ബ്രേക്ക്.
അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുക? അതായത് ഗ്രേഡിൻ്റെ വാല്യൂ എ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ബ്ലോക്കിന് പുറത്ത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല ഗ്രേഡിൻ്റെ വാല്യൂ ബി ആണോ, ബി ആണെങ്കിൽ വെരി ഗുഡ് എന്ന് പ്രിന്റ് ചെയ്യും. പിന്നെ ഈ ബ്ലോക്കിന് പുറത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതേ ഓർഡറിൽ പ്രിന്റ് ചെയ്ത് വരും. സി ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വെൽ ഡൺ എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇനി എയും അല്ല ബിയും അല്ല സിയും അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസാണ് അവിടെ വർക്ക് ചെയ്യുക. അതിൽ ഇൻവാലിഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും പ്രിന്റ് ചെയ്യിപ്പിച്ചു വരുന്നത്. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്.